നമസ്കാരം. പ്രധാന വാർത്തകൾ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളില്ല. കേന്ദ്രം ഹൈക്കോടതിയിൽ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ പുനഃക്രമീകരിക്കുമെന്നും 1 വർഷത്തെ മൊറട്ടോറിയവും ഉൾപ്പെടുത്തുമെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞു. ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ പുനഃക്രമീകരിക്കുമെന്നും 1 വർഷത്തെ മൊറട്ടോറിയവും ഉൾപ്പെടുമെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞു. വായ്പയിൽ ബാക്കിയുള്ള തുകയും പലിശയും പുതിയ വായ്പയായി കണക്കാക്കും. ദുരന്തബാധിതർക്ക് വായ്പാ തിരിച്ചടവിന് കൂടുതൽ സമയം നൽകുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കാലയളവിലും വായ്പയ്ക്ക് പലിശയുണ്ടോ എന്നായിരുന്നു കേന്ദ്രത്തോട് ഹൈക്കോടതിയുടെ ചോദ്യം. മൊറട്ടോറിയം കാലയളവിലും വായ്പയ്ക്ക് പലിശ ഈടാക്കുമെന്ന് കേന്ദ്ര സർക്കാർ മറുപടി നൽകി. അങ്ങനെയാണെങ്കിൽ വായ്പ എടുത്ത ദുരിതബാധിതർക്ക് എന്ത് ഗുണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. വായ്പ പുനഃക്രമീകരണത്തിൽ കേന്ദ്രത്തോട് കടുത്ത അതൃപ്തി ഹൈക്കോടതി പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിലെ തീരുമാനമെന്ന് കേന്ദ്ര സർക്കാർ മറുപടി നൽകി. ഓടിക്കൊണ്ടിരുന്ന ട്രാവലറിന് തീപിടിച്ചു. മലപ്പുറം പരപ്പനങ്ങാടിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രാവലറിന് തീപിടിച്ചു. വണ്ടിയുടെ മുൻഭാഗത്ത് നിന്നും പുക ഉയരുന്നത് കണ്ട ഡ്രൈവർ പെട്ടെന്ന് വണ്ടി നിർത്തുകയായിരുന്നു. ശേഷം ആളുകൾ പുറത്തിറങ്ങിയതിനു ശേഷം തീ ആളിപ്പടരുകയായിരുന്നു. ടെമ്പോ ട്രാവലർ പൂർണ്ണമായും കത്തി നശിച്ചു. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് തീയണച്ചു. തീപിടുത്തത്തിൽ ആളപായമില്ല. കാണാതായ യുവാവിനായി തിരച്ചിൽ. പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് നിന്നും കാണാതായ യുവാവിനെ ചെമ്മനാട് പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നഗരത്തിലെ ഫുട്പാത്തിൽ പഴക്കച്ചവടം നടത്തുന്ന തെരുവത്ത് സ്വദേശി സയ്യിദ് സക്രിയാണ് മരിച്ചത്. സക്രിയെ ചൊവ്വാഴ്ച രാത്രി മുതൽ കാണാനില്ലായിരുന്നു. ഇയാൾക്കായി തിരച്ചിൽ നടത്തി വരുന്നതിനിടെയാണ് പുഴയിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. പാലാ തൊടുപുഴ റോഡിലാണ് ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. മുണ്ടാങ്കൽ സ്വദേശി ധനേഷാണ് മരിച്ചത്. 11:30 അപകടം. ധനേഷും ഭാര്യയും സഞ്ചരിച്ച സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ടത്. പെട്രോൾ പമ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ ബസ്സിലിടിക്കുകയായിരുന്നു. ധനേഷ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന ഭാര്യയ്ക്കും പരിക്കേറ്റു. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. പരീക്ഷയ്ക്കിടെ വിദ്യാർത്ഥിയുടെ ഉത്തരപേപ്പർ തടഞ്ഞുവെച്ച സംഭവം. വീണ്ടും പരീക്ഷ എഴുതാൻ അനുമതി. +2 പരീക്ഷയ്ക്കിടെ വിദ്യാർത്ഥിയുടെ ഉത്തരപേപ്പർ അധ്യാപകൻ തടഞ്ഞുവെച്ച സംഭവത്തിൽ വിദ്യാർത്ഥിക്ക് വീണ്ടും പരീക്ഷ എഴുതാൻ അനുമതി. തീരുമാനം വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തി മലപ്പുറം RDD നേരിട്ട് അറിയിച്ചു. റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ PM അനിലും സംഘവുമാണ് വീട്ടിലെത്തി കാര്യം അറിയിച്ചത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം നേരിട്ടെത്തി അറിയിച്ചത്. സേ പരീക്ഷയ്ക്കൊപ്പമായിരിക്കും വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കുക. എന്നാൽ വിദ്യാർത്ഥിയുടെ പരീക്ഷ സേ പരീക്ഷയ്ക്ക് പകരം പൊതുപരീക്ഷയായി പരിഗണിക്കും. പ്രത്യേക സർട്ടിഫിക്കറ്റും നൽകും.